മീനാക്ഷി, മീനു, ആ ദേവി ഇവിടെ കാണുന്നില്ല. അല്ലേലും പരീക്ഷയുടെ തലേന്നാണല്ലോ അവളുടെ തലയ്ക്ക് ചൂട് പിടിക്കുക. അവിടെ എവിടെയെങ്കിലും മാറിയിരുന്ന് പഠിക്കുന്നുണ്ടാവും. ഇല്ല മീനു, അവൾ ഇവിടെയൊന്നും ഇല്ല. പിന്നെ അവൾ എവിടെ പോവാനാ? പഠിച്ചെഴുതി ജയിക്കില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതിന് ആ പ്രിൻസിപ്പലിന്റെ മുറി കയറി ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ച് മാറ്റില്ല ഇനി ഒരു വഴിയുള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു. അയ്യോ, യെസ്, അവൾ പറഞ്ഞത് ചെയ്യും മീനു. ഈശ്വര, അതങ്ങനെ പിടിച്ചാ കഴിഞ്ഞു. അയ്യോ, അവൾ അവിടെ ചെന്ന് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പോവാം മീനു. ഓഹോ, അപ്പൊ മൂന്നൂരും കൂടെ ചേർന്നാണല്ലേ? ആ, മൂന്ന് ഞാൻ ഒറ്റയ്ക്ക്. ആ, നടക്കേ. ചാക്കോ, ആ ദേവിയുടെ കൂട്ട സിമി മീനാക്ഷി ഇത്രയ്ക്ക് ചീത്തയാക്കുന്നത് ഇതിപ്പോ ആദ്യത്തെ തവണയല്ല. ആ കുട്ടികളെ കൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഉണ്ടാകാം, പക്ഷെ ഏത് വിധിക്ക് ഒരു അപ്പീലില്ലേ? മേഡം ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയ പിന്നെ അവരെങ്ങോട്ട് പോകും? അങ്കിൾ വിളിക്കുമ്പോൾ ഞാൻ എന്ത് സമാധാനം പറയും? എനിക്കൊന്നും അറിഞ്ഞൂടാ. ചാക്കോച്ച് പോയി അവരെവിടെയാണെന്ന് കണ്ടുപിടിക്കുക. നാണക്കേട് കൊണ്ട് അവര് വല്ല എന്താളായി കാണിച്ചത്? ആള് ക്ലോസായി. ഇനി എന്താണ് ചെയ്യാ? എന്ത് ചെയ്യാനാ? കൊണ്ടുപോയി കത്തിക്കാം. ഹരി, സിമി ഫ്രണ്ട്സ് ഇന്നോട് വന്ന? ഇല്ല, ഇതിങ്ങോട്ട് കണ്ടില്ലല്ലോ. ആ, എന്തായടാ, കണ്ടോവരെ? ഇല്ലേ, ഇതുവരെ വീട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാ തീർന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ ദേവിയുടെ കയ്യിൽ സെല്ലുണ്ട്, പക്ഷെ കുട്ടി അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ശരി, എവിടെയെങ്കിലും വെച്ച് കണ്ടാ നീ അപ്പോ വിളിക്കണം. ഓക്കെ? ഷോയൊക്കെ കഴിഞ്ഞ് എണീറ്റ് പോടും. വെള്ളം അടിച്ചോർത്തമാർ വരും. ആഹാ, ഇനിയുണ്ട് ഫസ്റ്റ്. അതെ, ഒന്ന് വേഗം ഇറങ്ങി തന്നെ, എന്നിട്ട് വേണം എനിക്ക് വാതിൽ അടച്ച വീട്ടിൽ പോയി. ഇതൊന്ന് ചോദിക്കാനും പറയാനും. നമുക്ക് പോവാം. എങ്ങോട്ട്? വേറെ എവിടേക്ക് പോകാനില്ലാത്തോണ്ടല്ലേ ഈ സിനിമ 4 പ്രാവശ്യം കണ്ടത്. ഇനിയിപ്പോ ഷോ ഇല്ല, അതുകൊണ്ട് ഇവിടെ തന്നെ കിടന്ന് നേരെ പഠിപ്പിക്കാം. മീനു, പോവാം. എവിടേക്കാ പോണേന്ന് അറിയാതെ ഞാൻ ഇവിടെ എഴുന്നേക്കില്ല. മീനു, പ്ലീസ് മീനു. എവിടേക്കാ നടന്നാലേ താൻ എഴുന്നേൽക്കും അല്ലേ? എന്ന് കേട്ടോ, നമുക്ക് കിടക്കാൻ MG റോഡുണ്ട്, അല്ലെങ്കിൽ ബാനർജി റോഡുണ്ട്. ഇതിലേത് വേണമെങ്കിലും തനിക്ക് സെലക്ട് ചെയ്യാം. മീനു, വാ മീനു, പ്ലീസ്. എന്താ സൂര്യപുത്രിമാരാ? അല്ല, പൂലം ദേവിമാരാ. എന്താ അറിയണോ തനിക്ക്? വേണ്ട, ബ്ലഡി ഫൂൾ.
ഇവന് കപ്പ ചുട്ട മറുപടി കൊടുക്കണം. നീ എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത്? പിന്നെ അവന്റെ ഒരു കൊനിഷ്ഠ ചോദ്യങ്ങളിൽ നിന്റെ ഓരോരോ എടുത്തുചാട്ടം കൊണ്ട് അയ്യോ ദേ ചാക്കോച്ചൻ. അപ്പൻ വെറുതെ അല്ല ലോ കോളേജിൽ പഠിക്കുന്ന എന്നെ തന്നെ മോക്ക് കല്യാണം ആലോചിച്ചത്. ജാമ്യത്തിൽ ഇറക്കാൻ ഒരു വക്കീല് വേണമല്ലോ. നാണോ ഇല്ലല്ലോ മൂന്നെണ്ണത്തിനും. ചെകിട്ടത്ത് രണ്ടെണ്ണം പൊട്ടിക്കേ വേണ്ടത്. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നൂടെ? എന്തോ ചാക്കോച്ച, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. ഇയാളുടെ സഹായം ആവശ്യമില്ല. നടക്ക് നടക്കടി. എല്ലാവരും വന്നോളൂ. എടാ എടാ അവക്ക് ജീവനുണ്ട്. നീ ഒഴിക്കടാ. ചേട്ടാ 3 ബുൾസൈൻ കൂടി. കുറെ ആയല്ലോ. ഇതെന്താ ഇനി കഴിക്കാൻ പാടില്ലേ? ഫ്രീ ആയിട്ടല്ലല്ലോ ചോദിക്കുന്നേ. എടി നിനക്ക് എന്തിന്റെ അസുഖ? നീ എന്താ എല്ലാവരോടും ഇങ്ങനെ? മോളെ, നമുക്ക് നേരം വെളുപ്പിക്കണ്ടേ? ചേട്ടന് കച്ചവടം നടക്കും, നമുക്ക് ഇവിടെ രാപ്പാർക്കും ചെയ്യാം. ഈ തല മഞ്ഞ ഒളിക്കല്ലേ? ഓ ചിത്തുല മണപ്പിച്ച് വരിക. മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അവനിന്ന് എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. അവൻ ഇങ്ങോട്ട് തന്നെയാ വരുന്ന മുട്ടാൻ. ഹായ്, ഫിറോസ് ഒറ്റയ്ക്കാണെങ്കിൽ ജിത്ത് കമ്പനി തരാം. മൈൻഡ് യുവർ വേർഡ്സ്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. വഴിയിൽ നടന്ന് കാണുന്നതിന് കൂടെ കമ്പനി കൊടുക്കും. നമ്മളെ മാത്രം മൈൻഡ് ചെയ്യാൻ. വിടടാ, ഓ മോളെ, വിടടാ. എന്താ ഇന്നവളുടെ അവസാനത്തെ രാത്രിയാ.